അത് റിയാലിറ്റിയിലേക്ക് വന്നു. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സാൻഡൽവുഡ് കൾട്ടിവേഷൻ ഉണ്ട്, നഴ്സറി ഉണ്ട്, അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ ഏരിയ വരുന്നത് 12 ഏക്കർ സ്ഥലത്താണ്. ഇതിൽ ഇന്റഗ്രേറ്റഡ് ഫാം 7 ഏക്കറും സാൻഡൽവുഡ് റിസർച്ച് സെന്റർ 1 ഏക്കറിനും പിന്നെ എ-ഫ്രെയിം കോട്ടേജിൽ 60 ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതില് സോഴ്സ് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെയും അതോടൊപ്പം തന്നെ ഫാം ടൂറിസത്തിലൂടെയും അതോടൊപ്പം സാൻഡൽവുഡ് ഹാർവെസ്റ്റിംഗിലൂടെയും നഴ്സറി റിസർച്ച് സെന്റർ ആൻഡ് പ്രോപ്പർട്ടീവ് വാല്യൂ അപ്രീസിയേഷൻ, ഇത്തരത്തിലുള്ള 6 കാര്യങ്ങളാണ് നമുക്ക് വരുമാനം വരുന്നത്. അപ്പൊ ഇതിന് ടോട്ടൽ 100 കോടി രൂപയാണ് ഇതിന്റെ പ്രൊജക്ട് കോസ്റ്റ് വരുന്നത്. ടോട്ടൽ ഇതിന്റെ എക്സ്പെൻസ് നമ്മൾ പ്രൊജക്ട് ഇട്ടുന്നത് 100 കോടി രൂപയാണ് എല്ലാടക്കം. ഇതിന്റെ ഇയർലി പ്രൊജക്ട് നമ്മൾ പ്രതിവർഷം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം 36 കോടി രൂപയാണ്. ഇതിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിലൂടെ 20 കോടി, സാൻഡൽവുഡ് റിസർച്ച് സെന്ററിലൂടെ 1 കോടി, നഴ്സറിയിലൂടെ 1 കോടി, കോട്ടേജ് വിത്ത് സാൻഡൽവുഡ് പ്ലാന്റേഷനിലൂടെ 14 കോടി രൂപ. ഇതാണ് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ. ഓക്കെ, ഇതില് 100 കോടി രൂപ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. 100 പേർക്ക് 1 കോടി രൂപ വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ എല്ലാവർക്കും ഒരു പറ്റിയത് വരില്ല. അപ്പൊ അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്തു? 10,000 രൂപയുടെ 10,000 ഷെയർസ്, 1 ലക്ഷം രൂപയുടെ 10,000 ഷെയറുകളാണ് നമ്മൾ ഇതൊരു LLP സംവിധാനത്തിലൂടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇന്റഗ്രേറ്റഡ് ഫാമിലി 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ 20,000 പെർ ഇയർ വരുമ്പോൾ നമുക്ക് ആവറേജ് ഒരു മാസം 1,667 രൂപ. അതായത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിന് ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഏകദേശം 1,667 കൂടാ കുറയാം. അങ്ങനെ വരുമ്പോൾ 15 കൊല്ലത്തിൽ വരുമാനം 3 ലക്ഷം രൂപയാണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ നിന്ന് മാത്രം റിട്ടേൺ കിട്ടുന്നത്. 1 ലക്ഷം രൂപ 3 ലക്ഷം രൂപയായിട്ട് മാറും. രണ്ടാമത്തത് 60 കോട്ടേജുകളുണ്ട്. ഇതിൽ നിന്ന് പെർ മന്ത് കിട്ടുന്ന റവന്യൂ 1,166 രൂപയുടെ ഏകദേശം കൂടാ കുറയും. ഇതിന് ടോട്ടൽ കിട്ടുന്ന റവന്യൂ 2,10,000 രൂപയാണ്. 15 കൊല്ലത്തെ റവന്യൂ 2,10,000 രൂപ. മൂന്നാമത്തത് സാൻഡൽവുഡ് ഹാർവെസ്റ്റിംഗ് പറഞ്ഞു അല്ലെ, നമുക്ക് ഓൾറെഡി 2,000 മരങ്ങളുണ്ട്. അതിലൂടെ കിട്ടുന്ന ഒരു എമൗണ്ട് പെർ മന്ത് 2,777. 15 കൊല്ലത്തെ കണക്കിൽ വരുന്നത് 5 ലക്ഷം രൂപയാണ്. ഇത് 1 ലക്ഷം രൂപ കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. അടുത്തതാണ് നഴ്സറി. ഇതിൽ നിന്ന് 15 കൊല്ലം കൊണ്ട് കിട്ടുന്ന ചെറിയ എമൗണ്ടേ ഉള്ളൂ, 15,000 രൂപ. ദെൻ സാൻഡൽവുഡ് റിസർച്ച് സെന്ററിന് കിട്ടുന്ന ഇൻകം 15 കൊല്ലം കൊണ്ട് 15,000 രൂപ. ഇനി ലാൻഡ് അപ്രിസിയേഷൻ വരുമ്പോൾ അത് 3 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയ്ക്ക് അപ്രിസിയേഷൻ വരുന്നത്. അങ്ങനെ ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അത് 13,40,000 രൂപയായിട്ട് നമുക്ക് റിട്ടേൺ. ദാറ്റ് മീൻസ് മന്ത്ലി അപ്രോക്സിമേറ്റ് 7,444. ഇത് ഒരു കണക്കാണ്, കൂടാ കുറയും. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് എന്നിട്ട് ഇത് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരുടെ പേരിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, അപ്പൊ കിട്ടുന്ന പൈസയോ ഇതെല്ലാം ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 7,444 എന്നുള്ളത് കുറയാം കൂടാം അല്ലെ. ചിലപ്പോൾ ഞങ്ങളുടെ കണക്കിൽ കൂടാൻ ചാൻസ് ഉള്ളൂ. എങ്കിലും ഇത് ഒരു ബിസിനസ് ആണ്, ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റോട് കൂടെ ചെയ്യാം. അതിനെ സംശയ ദൃഷ്ടിയോട് നോക്കിക്കണ്ട ഒരു കാലത്തും ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം, അതിനെ മറന്നേക്കണം. പൊന്മുട്ട താറാവാണ്, ഈ താറാവിനെ കൊല്ലരുത്, ഈ താറാവിനെ വിൽക്കരുത്. എന്ത് വേണം? ഈ താറാവിടുന്ന മുട്ട വിറ്റ് വേണം നമുക്ക് സമ്പന്നനാവാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 1 ലക്ഷം രൂപ ഇത് ഒരു LLP സംവിധാനത്തിലൂടെ ജസ്പെയ്ഡ് ഫ്രാഗ്രൻസ് LLP എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ ഓരോ ലക്ഷം രൂപ ഇടുന്നവരെല്ലാവരെയും പാർട്ട്നേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് ഈ കമ്പനിയുടെ പേരിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? ഇത് നിങ്ങളുടേതാണ്, നമ്മുടേതാണ്. ഇതിൽ 200 ഷെയർ എടുത്തേക്കുന്നത് 2,000 ഷെയർ എടുത്തേക്കുന്നത് കമ്പനിയാണ്. 8,000 ഷെയർസ് പുറത്തേക്ക് വിൽക്കുന്നു. അതിൽ ഏകദേശം 60% ഷെയർസ് വിറ്റിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ ഇവിടെ തരാൻ വേണ്ടി പോകും. വേറെ ഒന്നുമല്ല,
നമ്മളിത് ആദ്യം ബൈ വൺ ഗെറ്റ് വണ്ണിന് ആദ്യം വെച്ചത്. ഓക്കെ, കമ്പനിക്ക് 3 പ്രൊജക്ടുകൾ അടുത്ത ദിവസം അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇതിനങ്ങനെ നമ്മൾ വെട്ടിമുറിച്ച് മാറ്റാൻ വേണ്ടി പോകണം. അപ്പൊ അടുത്ത ഏപ്രിൽ മെയ്യോട് കൂടെ തന്നെ അടുത്ത പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇന്ന് ഒരു ഓഫറും കൂടി ഇടുകയാണ്. അതായത് ഇന്ന് മുതൽ 25-ാം തീയതി 2 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബൈ 2 ഗെറ്റ് 1 ഫ്രീ. അതായത് 2 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 ലക്ഷം രൂപ കമ്പനി ഇടുന്നു. എന്നിട്ട് അത് 3 ലക്ഷം രൂപയുടെ അതിന്റെ ഷെയർ ഇഷ്യൂ ചെയ്ത് തരാം. ഇത് നമ്മുടെ LLP കിട്ടുമ്പോൾ അതിൽ നിങ്ങളുടെ ഷെയർ വാല്യൂ 3 ലക്ഷം രൂപയായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. മാത്രമല്ല കിട്ടുന്ന എമൗണ്ടോ ഈ 7444 രൂപയാണെങ്കിൽ ഇൻടു 3. അപ്പൊ 2 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 22,000 സംതിങ് ആയിട്ട് നമുക്കിത് മന്ത്ലി റിട്ടേൺ കിട്ടും. ഒരു കാര്യം, ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റില്ല. എക്സിറ്റ് ആവണമെങ്കിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ വരാൻ പാടില്ല. എക്സിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സാൻഡൽവുഡ് 2 നമ്മുടെ പ്രൊജക്ട് 2 ഇൻവെസ്റ്റ് ചെയ്യാം, വോട്ടേജ്. എക്സിറ്റ് ആവാത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം